6 3 1 6 3. നമസ്കാരം. ഉറി ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ജന്മനാടിന്റെ ആദരാഞ്ജലികൾ. ചെന്നൈ നഗരത്തിൽ വർധ ചുഴലിക്കാറ്റും അതിനോടനുബന്ധിച്ച് ശക്തമായ മഴയും. രക്ഷാപ്രവർത്തനങ്ങളുമായി വ്യോമസേന രംഗത്ത്. ചെന്നൈ ദുരന്തത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ആരും പേടിക്കണ്ട. ചെന്നൈക്ക് വർധ തൂഫാന് അദ്ദേഹത്തിന് തുപ്പാനുണ്ടെന്നാണ് പറയുന്നത്. ചെന്നൈക്ക് इस अवस्था में मुझे बहुत बड़ा दुख है. അദ്ദേഹത്തിന് ചെന്നൈയുടെ അവസ്ഥയെപ്പറ്റി ഒരു ബുക്ക് എഴുതണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മലിനജലത്തിൽ കൊതുകുകൾ പെരുകുന്നതായി ആരോഗ്യവകുപ്പ്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ വിളംബര ജാഥ കണ്ണൂരിൽ അരങ്ങേറി. ഇതിനോടനുബന്ധിച്ച് പുലികളി. ഉദ്ഘാടന വേദിയിൽ ഉലകനായകൻ കമലഹാസൻ. കൺമണി അൻപോട് കാതലൻ നാനെഴുതും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമേ നാനിങ്ക് സൗഖ്യമേ. ശശി കലിംഗ. വരായ കാലകീന് ചൂണ്ടയിട്ട് പിടിക്കല കൊടംപൊളിച്ചിട്ട് വെച്ചാ മതി കാലക്കും. നവ്യ നായർ. ഒരു പറയുമോ ഈ പൊട്ട മനസ്സി തോന്നിപ്പോ പങ്കെടുത്തത് മത്സരത്തിന് എന്തിനായിരുന്നു? ഈ പാവം പെണ്ണിന്റെ കണ്ണീര് കാണാനോ ആണോ? ബിന്ദു പണിക്കർ. സ്കൂളിൽ പഠിക്കുമ്പോ യുവജനോത്സവത്തിന് എനിക്കായിരുന്നു ഫസ്റ്റ്. പക്ഷെ ജില്ലയിൽ വന്നപ്പോഴേക്കും ഞാൻ തോറ്റു. ജഡ്ജസിന് എന്നോട് സ്നേഹമില്ലല്ലോ. ഒരു പരസ്യത്തിലേക്ക്. രാജു, നിന്നെ 7 ദിവസമായി നെൽപ്പാടത്തേക്ക് കാണുന്നതേയില്ലല്ലോ. ഗോപാല, 500-ന്റെയും 1000-ന്റെയും പഴയ നോട്ടുകൾ മാറ്റാൻ പോയതാണ് ഞാൻ. ഓഹോ, അതിനെല്ലാം വലിയ ബുദ്ധിമുട്ടല്ലേ ഗോപാല? ടോൾ ഫ്രീ നമ്പറായ 11046786 എന്ന നമ്പറിലേക്ക് വിളിച്ച് മോദിയെ തെറി പറയൂ. ഇത് തികച്ചും സൗജന്യമാണ്. ഓഹോ, അങ്ങനെയോ? നാം സ്ഥിരം കേൾക്കുന്നതും എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ചില പക്ഷികൾ. ക്രിക്കറ്റ് മത്സരം ടി.വി. സ്ക്രീനിൽ. സച്ചിൻ ഗോട്ട് എ വണ്ടർഫുൾ 6. A.R. റഹ്മാന്റെ പ്രേ ഫോർ മീ ബ്രദർ എന്ന ഗാനം. ഇതിന്റെ പാട്ടും മ്യൂസിക്കും ഒരേ സമയം. വികൃതിയായ ഒരു കുട്ടി ചാനലുകൾ മാറ്റിക്കളിച്ചപ്പോൾ. നോട്ട് നിരോധനം വന്നതോടുകൂടി കള്ളപ്പണം കൈവശമുള്ള ഇത്തരം നായ്ക്കളെ നമുക്ക് തെരുവ് നായ്ക്കളുടെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഇതുവരെ മാറിയെടുക്കാത്ത ഇവരിലാണ് പേവിഷബാധ കൂടുതലായി കണ്ടുവരുന്നത്. ബാങ്കിന് മുന്നിൽ ക്യൂ നിന്ന് തളരുന്ന സാധാരണക്കാർ. ഇവ കൂടുതൽ അപകടകാരികളും മറ്റുള്ളവയെ ആക്രമിക്കുന്ന സ്വഭാവമുള്ളവയുമായിരിക്കും. ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്ന ഭരണാധികാരികളെ ചങ്ങലക്കിട്ട് പൂട്ടണമെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം.
അന്യൻ എന്ന സിനിമയിലേക്ക്.